ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ മതരാഷ്ട്രവാദികളായിട്ടുള്ള RSSനെ എതിർക്കുന്നതിന് എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഒന്നിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വരും. ഇതേ മതരാഷ്ട്രവാദികളിലെ ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് സഹകരിപ്പിക്കാമോ? അപ്പോഴാണ് CPM-ഉം ഇടതുപക്ഷവും ഈ മാറിയിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ മതരാഷ്ട്രവാദികളായിട്ടുള്ള ആരെയും സഹകരിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും ശക്തമായിട്ട് എതിർക്കണം. രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ മതരാഷ്ട്രവാദികളാണ് ജനാധിപത്യ വ്യവസ്ഥക്ക് ഏറ്റവും വലിയ ആപത്ത്. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഇതുപോലെയുള്ള ആപത്ത് മുന്നോട്ട് വെക്കുന്ന, ആപത്ത് സൃഷ്ടിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെ സാർവദേശീയമായിട്ടുള്ള ഒരു പിൻബലമുണ്ട്. മൗദൂദിയുടെ ആശയങ്ങൾ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് ആ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിയോടും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ഇടതുപക്ഷം ഒരു സമീപനം സ്വീകരിക്കുന്നു. അത് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിംഗ് പോരട്ടെ. പണ്ട് RSSന്റെ വോട്ടാണ് അവർ വാങ്ങിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി RSSന്റെ വോട്ട് വാങ്ങാൻ വേണ്ടി കരുണാകരനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു വെച്ചത്.